നമസ്കാരം, ഞാൻ സിജു രാജൻ. കമ്പനി നെയിമും ബ്രാൻഡ് നെയിമും ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കമ്പനി നെയിമും ബ്രാൻഡ് നെയിമും സെയിം ആക്കണോ അതോ വ്യത്യസ്തമാക്കണോ? ഒരു കമ്പനി നെയിം ആൻഡ് വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രാൻഡ് നെയിം ആ രീതിയിൽ ചെയ്യുന്നതാണോ നല്ലത്, അതോ രണ്ടും ഒന്നാക്കുന്നതാണോ നല്ലത്? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നൽകാനായിട്ട് പോകുന്നത്. ആദ്യം എന്താണ് ഈ കമ്പനി നെയിം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. കമ്പനി നെയിമിനെ നമുക്ക് മറ്റൊരു ടേമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഗൽ നെയിം എന്ന് പറയാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേര്. ഇപ്പം നിങ്ങൾ ഒരു GST രജിസ്റ്റർ ചെയ്യുന്നത് ഏത് പേരിലാണ്? ഒരു LLP അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ഏത് പേരിലാണ്? അതായത് നിങ്ങളുടെ കമ്പനിയുടെ സീല് എന്തിൻ്റെ പേരിലാണ് വരുന്നത്? ദിസ് ഈസ് കമ്പനി നെയിം. ഇനി ബ്രാൻഡ് നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ കാണുന്ന, നിങ്ങളുടെ കസ്റ്റമേഴ്സ് കാണുന്ന, നിങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കാണുന്ന ആ ഒരു പേര്, റൈറ്റ്? ഇവ രണ്ടും സെയിം ആകാം, അല്ലാന്നുണ്ടെങ്കിൽ വ്യത്യസ്തമാക്കാം. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഇവ സെയിം ആക്കുന്നത് നല്ലത്, ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ബ്രാൻഡ് നെയിമും കമ്പനി നെയിമും വെവ്വേറെ ആക്കുന്നത് നല്ലത്, ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. കമ്പനി നെയിമും ബ്രാൻഡ് നെയിമും സെയിം ആക്കേണ്ടത് എപ്പോഴാണ്? നിങ്ങൾ ഒരു സെഗ്മെൻറ്റിൽ മാത്രമാണ് ബിസിനസ് ചെയ്യുന്നത് എങ്കിൽ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന പ്രോഡക്ട്സ് മാത്രമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ, മറ്റ് സെഗ്മെൻറ്റ്സ് ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടും നിങ്ങൾക്ക് സെയിം ആക്കാം. കമ്പനി നെയിമിൽ തന്നെ നിങ്ങൾക്ക് ബ്രാൻഡ് നെയിം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാവുന്നതേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. അതായത് സെയിം സെഗ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ ഫുഡ് പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത് എങ്കിൽ ഫുഡ് പ്രൊഡക്ട്സ് മാത്രമേ നിങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾ ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, ABC ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന പേരിൽ നിങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നു. ഇനി നിങ്ങൾ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾ ബ്യൂട്ടി കോസ്മെറ്റിക് പ്രോഡക്റ്റ് നിങ്ങൾ ഇറക്കുകയാണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ പേര് ഒരിക്കലും കോസ്മെറ്റിക് ആയിട്ടുള്ള ബ്രാൻഡ്സിന് മാച്ചായെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ മറ്റൊരു പേര് നോക്കേണ്ടതായിട്ട് വരും. സോ ഈ സാഹചര്യത്തിൽ ഈ കമ്പനി നെയിമും നിങ്ങളുടെ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ പേരും ഒന്നാണ്. ഇതേ കമ്പനിയുടെ നെയിമിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ കോസ്മെറ്റിക്സും ഇറക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഓർഡിനൻസ് വരുന്നുണ്ട്. സോ ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് കമ്പനി നെയിം ഒന്നാക്കാം, ഒപ്പം തന്നെ ബ്രാൻഡ് നെയിം വ്യത്യസ്തമാക്കാം. അപ്പോൾ ഒരു സെഗ്മെൻറ്റ് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ രണ്ടും സെയിം ആക്കുന്നതാണ് നല്ലത്. രണ്ടാമത്, നിങ്ങളുടെ കമ്പനി നെയിം നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേരിലാണ് നിങ്ങൾ അറിയപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. ആ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു വാലറ്റം നിങ്ങൾക്ക് വേണം. അതാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ പേരിൽ തന്നെ നിങ്ങൾ പ്രോഡക്റ്റ് ഇറക്കിക്കോളൂ. കാരണം ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ പേരിൻ്റെ ആ ABC എന്ന് പറയുന്ന ഭാഗം വെച്ചിട്ടാണ് ആൾക്കാർ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ രണ്ടും സെയിം ആക്കുന്നത് തന്നെയാണല്ലോ നല്ലത്, മറ്റൊരു പേരിലേക്ക് മൂവ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേരിൽ, അതായത് ഈ ABC എന്ന് പറയുന്ന പേരിൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് അവൈലബിൾ ആയിരിക്കണം, നിങ്ങൾക്ക് ഡൊമൈൻ അവൈലബിൾ ആയിരിക്കണം. ലോകത്തിൽ ആ പേരിൽ മറ്റൊരു കമ്പനിയും പാടില്ല. സോ കമ്പനി നെയിമിൽ, അതായത് ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേര് മാത്രമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ബ്രാൻഡ് നെയിം നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേരിൽ നിങ്ങൾ ട്രേഡ് മാർക്ക് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, റൈറ്റ്? സോ ഇത്തരത്തിൽ കമ്പനിയുടെ പേരിലാണ് നിങ്ങൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ രണ്ടും സെയിം ആക്കുക. മറ്റൊന്ന്, ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ലക്ഷ്യമിടുന്നുണ്ട് എങ്കിൽ, ഒരുപാട് പേര് കയ്യിൽ നിന്നും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു പേര്, കാരണം ആ ഒരു പേര് വെച്ചിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൾക്കാർ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ പ്രപ്പോസൽ അവതരിപ്പിക്കുന്നതല്ല. അപ്പോൾ ആ പേര് അവിടെ ബ്രാൻഡ് ചെയ്യേണ്ടത്, ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തുനിന്ന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ചെന്ന് അവരുടെ മുമ്പിൽ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്ത് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയിട്ട് ആ രീതിയിലൊരു ബിസിനസ്സാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ രണ്ടും ബ്രാൻഡ് നെയിമും കമ്പനി നെയിമും സെയിം ആക്കിയിട്ട് പോകുന്നതാണ് നല്ലത്. ഇനി കൂടുതലായിട്ടും സർവീസ് ബിസിനസ്സുകളിലാണ് ഈ ബ്രാൻഡ് നെയിമും കമ്പനി നെയിമും സെയിം ആയിട്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ മാനുഫാക്ചറിങ് ആണെന്ന് ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, പല സെഗ്മെൻറ്റ്സിൽ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ സർവീസ് പലപ്പോഴും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സിനെ ഫോക്കസ് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതലായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്നത് സർവീസ് ബിസിനസ്സുകൾക്ക് ഈ പറയുന്ന ബ്രാൻഡ് നെയിമും കമ്പനി നെയിമും സെയിം ആയിട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലുള്ള കമ്പനിയാണ് ഉചിതം? നിങ്ങൾ നിശ്ചയിച്ച പേരിന് ട്രേഡ് മാർക്ക് കിട്ടുമോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ തീർക്കുവാനും ഈ പറയുന്ന കമ്പനി രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള സേവനങ്ങൾക്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക 7012431293. ഇനി ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്
കമ്പനി നെയിമും ബ്രാൻഡ് നെയിമും വെവ്വേറെ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഫുഡ് പ്രൊഡക്ട്സ് ഇറക്കുന്നുണ്ട്, ഒപ്പം തന്നെ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് ഇറക്കുന്നുണ്ട്, നിങ്ങൾ ടോയ്ലറ്ററീസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ആ ഒരു ബ്രാൻഡ് നെയിം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ടോയ്ലറ്ററീസ് ഇറക്കാൻ കഴിയത്തില്ല. അത് വളരെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് എത്രത്തോളം ഒരു അരോചകമാണെന്നുള്ളത്. അപ്പം ഇത്തരത്തിൽ മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ കമ്പനി നെയിം ഒന്ന് ഫിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ABC എന്ന് പറയുന്ന ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേരിൽ കമ്പനി നെയിം ചെയ്യുന്നു. ആൻഡ് താഴെ നിങ്ങൾ XYZ എന്ന് പറയുന്നൊരു ബ്രാൻഡ്, BCD എന്ന് പറയുന്നൊരു ബ്രാൻഡ്. സോ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിംസിലുള്ള ബ്രാൻഡ്. ഇതിലെ ഈ ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേരിൽ നിങ്ങൾ ട്രേഡ് മാർക്ക് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതിന് താഴെ വരുന്ന ബ്രാൻഡ് നെയിം ഇപ്പോൾ XYZ എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് അതിന് മാച്ചായിട്ടുള്ള ട്രേഡ് മാർക്ക് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ് മാർക്ക് എടുക്കാം. അതുപോലെ തന്നെ അതിന് മറ്റൊരു ബ്രാൻഡ് നെയിം വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആ ഒരു കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് എടുക്കാം. സോ മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് ആണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിംസ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ആപ്റ്റ്. പിന്നീട് നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും പലപ്പോഴും ഇത് വലിയ രീതിയിൽ സഹായിക്കും, ഈ കമ്പനി നെയിമും ബ്രാൻഡ് നെയിമും വെവ്വേറെ ആക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ കാര്യം നമുക്കറിയാം. തുടക്കത്തിൽ അവർക്ക് ഫേസ്ബുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ വാട്സാപ്പിനെ അവർ ഏറ്റെടുത്തു, ഇൻസ്റ്റാഗ്രാമിനെ ഏറ്റെടുത്തു. അപ്പോൾ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനി നെയിമിൽ ഒരിക്കലും അവർക്ക് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റും മറ്റ് നെയിമിലുള്ള പ്രോഡക്ട്സും ഇറക്കുന്നത് ശരിയായെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ മെറ്റ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് നെയിമിലേക്ക് മാറിയത്. അപ്പോൾ മെറ്റ എന്ന് പറയുന്ന കോർപ്പറേറ്റ് നെയിമിന് താഴെ അവർക്ക് ഫേസ്ബുക്ക് എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഉണ്ട്, ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നൊരു ബ്രാൻഡ്, വാട്സാപ്പ് എന്ന് പറയുന്നൊരു ബ്രാൻഡ്. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സിൽ നമുക്ക് പ്രോഡക്ട്സോ സർവീസോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് നെയിം, ഒരു ലീഗൽ നെയിം, ഒരു കമ്പനി നെയിം ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡ് നെയിമും ഈ കമ്പനി നെയിമും സെയിം ആക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ വ്യത്യസ്തമാക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. രണ്ടാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഏത് രീതിയിൽ ബിസിനസ് ചെയ്യുന്നു, നിങ്ങൾ ഏത് രീതിയിൽ ബിസിനസ്സിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നു, മുന്നോട്ടേക്ക് കാണുന്നു, അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മേജറായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയാണിത്. കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ കമ്പനി നെയിമിൽ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഇറക്കി അതേ ബ്രാൻഡിൽ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് ഇറക്കാൻ നോക്കുന്ന സമയത്തായിരിക്കും മനസ്സിലാക്കുന്നത് ആ പേരിൽ നമുക്ക് ട്രേഡ് മാർക്ക് അവൈലബിൾ അല്ല എന്നുള്ളത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പം കമ്പനി നെയിമിൽ കുറേ പ്രോഡക്ട്സ് നിങ്ങൾ ഇറക്കുന്നു എങ്കിൽ അതിലെല്ലാത്തിനും ഉള്ള ട്രേഡ് മാർക്ക് അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് അനിവാര്യമാണ്. രണ്ടും സെയിം ആയിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്. കാരണം അത്തരത്തിൽ കിട്ടാതെ, ട്രേഡ് മാർക്ക് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ഓൺട്രപ്രണേഴ്സിന് പേഴ്സണലി എനിക്കറിയാം. ആ ഒരു പ്രശ്നത്തിലേക്ക്, ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾ ചാടരുത്. തുടക്കത്തിൽ തന്നെ ഇത് ഡിസൈഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവാം. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. ഒരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു പാക്കേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ബ്രാൻഡ് എന്നാൽ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഒരു വ്യക്തി കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ഇമോഷനാണ്. ഈ ഇമോഷനെ ബേസ് ചെയ്തിട്ടാവണം ലോഗോവും വെബ്സൈറ്റും പാക്കേജ് ഡിസൈനും കോണ്ടന്റും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കും ഒരു ബ്രാൻഡ് നിർമ്മിക്കാം.